ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. കൃഷ്ണായനം നമ്മൾ മുൻപ് വായിച്ചിരുന്നത് മുഴുവനായിരുന്നില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തിയതായിരുന്നു രാമായണ മാസമായപ്പോൾ. രാമായണത്തിൻ്റെ ബാക്കി ഭാഗവും വഴിയെ കേൾപ്പിക്കുന്നതാണ്. ഇനി ജന്മാഷ്ടമിയോടനുബന്ധിച്ച് കൃഷ്ണായനം തന്നെ തുടർന്ന് വായിക്കുന്നു. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. സത്യഭാമ പരിണയം. ഭവനത്തിലെത്തിയ സത്രാജിത്തിന് സ്വാസ്ഥ്യം അല്പവും ലഭിച്ചില്ല. കേശവനെക്കുറിച്ച് പറഞ്ഞു പരത്തിയ അപവാദങ്ങൾ ശൂലങ്ങളായി സത്രാജിത്തിനെ തന്നെ വന്നു പതിച്ചു. ശൂലമുനയിൽ യാദവൻ്റെ ഹൃദയം പിടഞ്ഞു. വഹിക്കുവാനാവാത്ത ഹൃദയഭാരവുമായി സത്രാജിത്ത് ദിനങ്ങൾ തള്ളി നീക്കി. ആശ്വാസത്തിനൊരു വകയും യാദവൻ കണ്ടില്ല. എന്നല്ല, ഓരോ ദിവസം കഴിയും തോറും ഹൃദയവ്യത കൂടി വരികയുമാണുണ്ടായത്. എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ തടയുവാനും സ്വാധീനമാക്കുവാനും കഴിഞ്ഞില്ല. ചിന്തകൾ പല വഴിക്കും പിരിഞ്ഞു. ഇനി എങ്ങനെ യാദവരുടെ മുഖത്തു നോക്കും? അവരോടെന്ത് സമാധാനം പറയും? ഭാര്യയും മകളും എതിർത്തതാണ്. കേശവനെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തരുതെന്ന് കാലിൽ പിടിച്ച് അപേക്ഷിച്ചതാണ്. ഗർവിൻ്റെ തിമിരം ബാധിച്ചിരുന്നതിനാൽ അവരുടെ മനസ്സിനെ കണ്ടില്ല, വാക്കുകൾ ശ്രവിച്ചില്ല. എന്തൊക്കെയാണ് തൻ്റെ നാവ് ഉരച്ചത്? ഈ നാക്കിനെ മുറിച്ചു കളയണം, ശ്രവണങ്ങൾ കരിച്ചു കളയണം. ഇങ്ങനെ ചിന്തിച്ച് ആദിമുഴുത്ത് പര്യങ്കത്തിൽ തന്നെ സത്രാജിത്ത് കിടന്നു. ആരും അയാളെ ആശ്വസിപ്പിച്ചില്ല. സ്നേഹമായി ഒരു വാക്ക് ഉരിയാടിയതുപോലുമില്ല. വിധിയെ പഴിച്ചിരുന്ന സത്രാജിത്ത് ഒരു തീരുമാനമെടുത്തു. തൻ്റെ പ്രിയപ്പെട്ട മകളെയും സ്യമന്തകമണിയെയും കേശവന് തന്നെ കാഴ്ചവെക്കുക. അപവാദം ഓതിയതിന് മാപ്പിരക്കുക. അതുമാത്രമാണ് മനസ്സിന് സ്വാസ്ഥ്യം കിട്ടുവാൻ ഉപായം. പ്രായശ്ചിത്തം എന്ത് തെറ്റിനും പരിഹാരമാണല്ലോ. യാദവ സ്ത്രീകളിൽ അതിസൗന്ദര്യവതിയായിരുന്നു സത്യഭാമ. ദേവസ്ത്രീകളെ പോലും പരാജിതമാക്കുന്ന രൂപലാവണ്യം കൊണ്ട് ബ്രഹ്മദേവൻ അവളെ അനുഗ്രഹിച്ചിരുന്നു. ചുരുണ്ടിരുണ്ട് നീണ്ട കബരിയും നീലോൽഫലങ്ങൾ മണ്ടുന്ന കണ്ണുകളും അവളുടെ അഴകിന് മാറ്റേകി. തൊണ്ടിപ്പഴം തോൽക്കുന്ന അധരങ്ങളും മൃദുല ഗണ്ഡസ്ഥലങ്ങളും സത്യഭാമയെ വിശ്വജിത്താക്കി. ലാവണ്യത്തിൻ്റെ നിറകുടമായ കന്യക 17-ലെത്തിയപ്പോൾ തന്നെ ധാരാളം യാദവ യുവാക്കൾ അവളെ അഭിലഷിച്ച് എത്തി. മകളുടെ സൗന്ദര്യത്തിൽ ഗർവിഷ്ഠനായ സത്രാജിത്ത് വരപ്രാർത്ഥനയുമായി വന്ന യുവാക്കളെ ഭഗ്നോത്സാഹികളാക്കി പറഞ്ഞുവിട്ടു. സത്യഭാമ യാദവ യുവാക്കളുടെ ഹൃദയത്തിൽ വികാരത്തിൻ്റെ അമ്പുകളായി. അവളുടെ അംഗങ്ങൾ ഏകാന്തതയിൽ അവരുടെ ഹൃദയത്തെ കുത്തി നോവിച്ചു. വികാരങ്ങൾ അടക്കി വിചാരങ്ങൾ ഒതുക്കി യാദവ യുവാക്കൾ വസിച്ചു. എന്നാൽ ഒരു ദിവസം സത്യഭാമയുടെ സൗന്ദര്യത്തിൽ അഭിരമിച്ച് 2 യുവാക്കൾ സത്രാജിത്തിനെ കണ്ടു. കൃതവർമാവെന്നും ശതധന്വാവെന്നുമായിരുന്നു അവരുടെ നാമങ്ങൾ. ഇവരിൽ കൃതവർമാവിനെ സത്രാജിത്തിന് ബോധിച്ചില്ല. ആ വിവരം കൃതവർമാവിൻ്റെ ബന്ധുക്കളെ സത്രാജിത്ത് അറിയിച്ചു. എന്നാൽ ശതധന്വാവിനെ യാദവശ്രേഷ്ഠന് ഇഷ്ടപ്പെട്ടു. പക്ഷേ സത്യഭാമയ്ക്ക് ശതധന്വാവിനെ വലിയ താല്പര്യമില്ലായിരുന്നു. പല പ്രാവശ്യം സത്രാജിത്ത് അവളോട് മനസ്സ് തുറക്കുവാൻ ആവശ്യപ്പെട്ടതാണ്. സത്യഭാമ വഴങ്ങിയില്ല. എങ്ങനെ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറയും?
കേശവൻ്റെ നീല കളേഭരം മനസ്സിൽ വെച്ച് പൂജിക്കുകയാണ് താൻ. ആ ഋഷികേശനെ ഇഷ്ടപ്പെടാത്തവർ മഞ്ഞിലുണ്ടോ? ആ തിരുമാറിൽ ഒരു ദിവസമെങ്കിലും അഭയമണയുവാൻ കൊതിയില്ലാത്തവർ ആരാണ് ഭൂമണ്ഡലത്തിൽ? പക്ഷേ പിതാവിനിത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് തന്നെ സത്യഭാമ മനസ്സിലുള്ളത് പറഞ്ഞതുമില്ല. എന്നാൽ ശതധന്വാവിന് സത്രാജിത്ത് ചില ശുഭസൂചനകൾ നൽകിയിരുന്നു. സത്യഭാമയെ തനിക്ക് ലഭിക്കുമെന്ന് അയാൾ മനസ്സിൽ കരുതുകയും ചെയ്തിരുന്നു. പക്ഷേ സത്രാജിത്ത് അപവാദ പാപം കഴുകിക്കളയുന്നതിന് ഇങ്ങനെ ഒരു തീരുമാനം തന്നെ എടുത്തു. അദ്ദേഹം മകളെ വിളിച്ചു പറഞ്ഞു, കുമാരി, ഈ പിതാവ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. അച്ഛൻ ഏറെ നാളായി പാപത്തിൻ്റെ അന്ധകൂപത്തിലായിരുന്നു. ഗർവും അഹന്തയും എന്നെ വല്ലാതെ തളർത്തി. ഇന്നിതാ അവശയുടെ നെല്ലിപ്പടിയിലാണ് ഞാൻ. അനേകം പാപങ്ങൾ ഞാൻ അനുഷ്ഠിച്ചു. പ്രത്യേകിച്ചും ദ്വാരകാപതിയായ കേശവനോട് എന്തെങ്കിലും കാഴ്ചയായി നൽകി പ്രായശ്ചിത്തം അനുഷ്ഠിച്ചേ എൻ്റെ മനസ്സിൽ സ്വാസ്ഥ്യം ലഭിക്കുകയുള്ളൂ. അതിനായി ഈ അശരണനായ പിതാവ് ഒരു തീരുമാനമെടുത്തു. അപവാദത്തിന് കാരണമായ സ്യമന്തകമണി കേശവന് നൽകുക. ഒപ്പം നിന്നെ അദ്ദേഹത്തിന് ഇഷ്ടസൂനമായി അർപ്പിക്കുക. മകളുടെ അഭിപ്രായം അറിയണം. അച്ഛൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി നീ നിൽക്കുകയില്ലെന്നറിയാം. സത്യഭാമ ഈ വാക്കുകൾ സ്വർലോക ശബ്ദങ്ങളായിട്ടാണ് ശ്രവിച്ചത്. ശബ്ദങ്ങൾ പീയൂഷ തുള്ളികളാണെന്ന് പറയുന്നത് ഈ വാക്കുകളെ കരുതിയാണ്. അവൾ പിതാവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അറിയിച്ചു, പിതാവേ, എൻ്റെ ഹൃദയത്തിൽ കെടാതെ സൂക്ഷിച്ച ഒരു ആഗ്രഹമാണ് അങ്ങിന്ന് സാധിതമാക്കുന്നത്. ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കുസുമങ്ങൾ വിടർന്ന നാൾ മുതൽ എൻ്റെ മനസ്സ് ഇന്ദ്രനീല വർണ്ണനയിലായിരുന്നു. എനിക്കിപ്പോൾ ഈ ലോകം അർത്ഥമുള്ളതായി തോന്നുന്നു. ജീവിതം സുന്ദരമാണെന്നും. മകളുടെ വാക്കുകൾ സത്രാജിത്തിൽ ആനന്ദം ജനിപ്പിച്ചു. അന്നു തന്നെ സത്യഭാമയോടും സ്യമന്തകത്തോടും കൂടി സത്രാജിത്ത് ദ്വാരകയിലെത്തി കേശവനെ കണ്ടു. പശ്ചാത്താപം ജ്വലിക്കുന്ന സ്വരത്തിൽ സത്രാജിത്ത് പറഞ്ഞു, കേശവ, മധുരയിൽ വെച്ച് നിന്നെ ഞാൻ ധാരാളം ആക്ഷേപിച്ചിട്ടുണ്ട്. യാദവരുടെ പിതൃഭൂമിയിലെത്തിയിട്ടും ഞാൻ ഗർവിഷ്ഠനായി അപവാദം തുടർന്നു. സ്യമന്തകം മണിയിൽ അത് മൂർധന്യമായി. ധനമിരിക്കുന്നിടത്ത് മനം കുമാർഗത്തിലോടും എന്ന് ഈ രത്നം എന്നെ പഠിപ്പിച്ചു. ദയവായി താങ്കൾ ഇത് സ്വീകരിച്ച് ഭണ്ഡാരത്തിൽ വയ്ക്കുക. പിന്നെ മനസ്സിന് ലാളിത്യം ലഭിക്കുവാൻ എൻ്റെ ഏക മകളായ ഈ കന്യകയെ അങ്ങ് സ്വീകരിക്കുക. പശ്ചാത്താപ വിവശനായ എന്നെ നീ കൈവിടിയരുത്. ഉപേക്ഷിച്ചാൽ മരണം മാത്രമാണ് എനിക്ക് അഭികാമ്യം. മാധവൻ യാദവ മുഖ്യനായ സത്രാജിത്തിനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സത്രാജിത്തെ, നമ്മൾ തമ്മിൽ വിരോധമോ? എന്തിന്? വിദ്വേഷം പുലർത്തുന്നവർ സംസ്കാര സമ്പന്നരല്ല. നല്ല ഹൃദയമുള്ളവർ തിന്മയെ ത്യജിക്കും, നന്മയെ സ്വീകരിക്കും. എനിക്ക് താങ്കളോട് സ്നേഹമേ ഉള്ളൂ. കേശവൻ്റെ വാക്കുകൾ കേട്ട് സത്രാജിത്ത് ആനന്ദചിത്തനായി. കേശവൻ തുടർന്നു പറഞ്ഞു, യാദവരിൽ മുഖ്യനാണ് താങ്കൾ. ഇന്നു മുതൽ നാം അടുത്ത ബന്ധുക്കളും. എനിക്ക് വിരോധമോ പരിഭവമോ ഇല്ല. സത്യഭാമയെ ഞാൻ ഭാര്യയായി സ്വീകരിക്കാം. എന്നാൽ സ്യമന്തകമണി അങ്ങ് കൊണ്ടുപോയിക്കൊള്ളുക. ആ രത്നം സൂര്യൻ താങ്കൾക്ക് സംഭാവന ചെയ്തതാണ്. പണ്ട് ഞാനത് ചോദിച്ചു തന്നെ തെറ്റായിപ്പോയി. പിന്നീട് എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. അങ്ങേക്ക് ഇനി ഏത് സമയവും ഇവിടെ വരാം. എനിക്ക് ധനം ആവശ്യമാകുമ്പോൾ അങ്ങോട്ടും വരാം. സന്തോഷത്തോടെ മണിയുമായി ഭവനത്തിലേക്ക് തിരിക്കുക. മാധവൻ ഹൃദ്യമായ വാക്കുകൾ ഓതി സത്രാജിത്തിനെ ഭവനത്തിലേക്ക് അയച്ചു. ജാമ്പവതിയുടെയും സത്യഭാമയുടെയും വിവാഹങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുവാൻ ദ്വാരക അണിഞ്ഞൊരുങ്ങി. നല്ല മുഹൂർത്തങ്ങൾ
നല്ല മുഹൂർത്തത്തിൽ മാധവൻ ഇരുവരെയും ഭാര്യമാരായി സ്വീകരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.